എല്ലാ പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മോഹൻലാലിൻ്റെ കരിയറിലെ മാത്രമല്ല, മലയാളം സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട സിനിമയാണ് ദൃശ്യം. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത സിനിമ എല്ലാ വേർഷനിലും വിജയമായിരുന്നു. മോഹൻലാലും മീനയുമായിരുന്നു സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. സിനിമയിൽ മോഹൻലാലിന് പകരം ആദ്യം പരിഗണിച്ചത് മമ്മൂട്ടിയെ ആയിരുന്നെങ്കിലും ഒടുവിൽ സിനിമ മോഹൻലാലിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴിതാ താനും ദൃശ്യം സിനിമ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ശോഭന. ദൃശ്യം എനിക്കും വന്ന സിനിമയാണ്. സ്ക്രിപ്റ്റ് വരെ അയച്ചു തന്നിരുന്നു. എന്നാൽ അത് അന്ന് ചെയ്യാനായില്ല. ആ സമയത്ത് വിനീത് ശ്രീനിവാസനൊപ്പം തീര എന്ന സിനിമയുടെ തിരക്കുകളിലായിരുന്നു. ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞു. അതേസമയം മോഹൻലാലിന്റെ നായികയായി ശോഭന വീണ്ടും ബിഗ് സ്ക്രീനിൽ തിരിച്ചെത്തുന്ന വർഷമാണ് 2025. തരുമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമയാണ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വീണ്ടും എത്തുന്നത്. 2009 റിലീസ് ചെയ്ത സാഗർ ഇലിയാസ് ജാക്കി എന്ന സിനിമയിലാണ് ഇരുവരും അവസാനമായി അഭിനയിച്ചത്. മമ്മൂട്ടി ചിത്രം ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രമാണ് രേഖാചിത്രം. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ജനുവരി 9-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ദിനം കഴിയുമ്പോൾ തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. മിസ്റ്ററി ത്രില്ലർ ജോണറിൽ കഥ പറയുന്ന രേഖാചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ 2 കോടി രൂപയാണ്. മികച്ച മൗത്ത് പബ്ലിസിറ്റിയും ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. രണ്ടാം ദിനത്തിലും ചിത്രം തെറ്റില്ലാത്ത കളക്ഷൻ നേടുമെന്നാണ് ബോക്സ് ഓഫീസ് അനലിസ്റ്റുകളുടെ നിഗമനം. കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ആസിഫ് അലി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് രേഖാചിത്രം. ആസിഫ് അലിയുടെയും അനശ്വര രാജന്റെയും പ്രകടനങ്ങൾക്ക് മികച്ച പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്നത്.